KGSS Tiles World, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. സ്വപ്നതുല്യമായ ഭവനത്തിന് പുതുമയാർന്ന ഡിസൈനുകളുമായി ഇപ്പോൾ മേപ്പാടത്ത് KGSS Tiles World. Tiles and granite, sanitary wares, tap and fittings, LED mirror cabinet, tiles paste and epoxy തുടങ്ങി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ. KGSS Tiles World, പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ അത്യഹിത OP നിരക്ക് ഇരട്ടിയാക്കി. സൗകര്യങ്ങൾ പഴയപടി. പ്രതിഷേധം വ്യാപകം. ദരിദ്രരും സാധാരണക്കാരുമായ ആയിരക്കണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ OP ടിക്കറ്റ് നിരക്ക് യാതൊരു മുൻകൂർ അറിയിപ്പുമില്ലാതെ ഇരട്ടിയാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള അത്യഹിത OP വിഭാഗത്തിലെ ടിക്കറ്റ് നിരക്കാണ് 5 രൂപയിൽ നിന്ന് 10 രൂപയാക്കി 100% വർധനവ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടും ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങളിലും സേവനങ്ങളിലും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നാണ് രോഗികളും പൊതുജനങ്ങളും ആരോപിക്കുന്നത്. അത്യഹിത വിഭാഗത്തിൽ നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷമാണ് ചികിത്സ ലഭിക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളിൽ ഒരു നേരത്തേക്കുള്ള മരുന്ന് മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്നതെന്നും ബാക്കി മരുന്നുകൾ രോഗികൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം മരുന്ന് വാങ്ങുവാൻ വീണ്ടും ആശുപത്രിയിലേക്ക് വരേണ്ട സാഹചര്യമാണെന്നും പരാതിയുണ്ട്. ലാബ് സേവനങ്ങളും വൈകുന്നേരം 4 മണി വരെ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ അടിയന്തര ആവശ്യങ്ങൾക്കായി എത്തുന്ന രോഗികൾ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതായും ആരോപണം ഉയരുന്നു. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാതെയാണ് OP നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. നിർധനരായ രോഗികളുടെ മേൽ അധിക സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ജനവിരുദ്ധ നടപടിയാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടേതെന്ന് കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MN ഗോപി, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PA ഇബ്രാഹിം എന്നിവർ ആരോപിച്ചു. നിരക്ക് വർധന പിൻവലിക്കണമെന്നും ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങളും മരുന്ന് വിതരണവും ലാബ് സേവനങ്ങളും മെച്ചപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ പൈസയുള്ള മറ്റ് പ്രൈവറ്റ് ബാങ്ക് ആശുപത്രിയിലാണ് സാധാരണക്കാരനാണ് ഈ ഹോസ്പിറ്റലിലൊക്കെ വരിക. അപ്പോൾ അവിടെ രാത്രി കാലങ്ങളിൽ ഇന്നലെ ഒരു 9 മണി വരെയൊക്കെ പോകാൻ നിൽക്കുക. അതിന് ആ രോഗികളെ പരിശോധിക്കാനായ സ്റ്റാഫുകൾ അവിടെ ഇല്ല, ഡോക്ടേഴ്സ്. ഒരു ഡോക്ടർ 2 നഴ്സിനെ നമ്മളവിടെ പോയി കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം അവർ കമ്മിറ്റി കൂടിയിട്ട് 10 രൂപ OP ടിക്കറ്റ് ആക്കിയെന്ന് പറയുന്നു. ആരും അറിഞ്ഞിരിക്കണമെന്നറിയില്ല. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും. എന്തായാലും ഈ ഇത്രയും ആളുകൾ ഈ പ്രദേശത്തുള്ള താലൂക്ക് ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് സുഖകരമായ ഒരു സംവിധാനം ഏർപ്പെടുത്തണം. പല സമയങ്ങളിൽ അവിടെ മുട്ടിപിടിച്ച ഡോക്ടേഴ്സ് വരാറില്ല എന്നാണ് പരാതി. പലപ്പോഴുമായിട്ട് ചെല്ലുന്ന രോഗികൾക്ക് എത്തുന്ന ട്രീറ്റ്മെൻറ്റ് കിട്ടാറില്ല. മരുന്ന് സൗകര്യം കുറയുന്നു. അങ്ങനെ പല പരാതികളും ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിലേക്കാണ്. അപ്പോൾ അതിനെ ആ സർക്കാരിനെ കരുതാറ്റി തയ്ക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ കണ്ടതാണ്. 5 രൂപ കൊടുത്തപ്പോൾ പറ്റില്ലാന്ന്. ഒരു കടയിൽ നമ്മൾ മുറുക്കാൻ മേടിക്കണ മാതിരിയാണ്. എന്തത് ഈ പാവപ്പെട്ട ജനങ്ങൾ, എത്ര ജനങ്ങളവിടെ, ഈ പൈസയുള്ളവർക്ക് പ്രൈവറ്റിൽ പോവാം, പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യും? അതിനൊരു പരിഹാരം നമുക്ക് കാണണം. ഒരു ഡോക്ടറിനെയും കൂടി അവിടെ ആവശ്യപ്പെട്ട് വയ്ക്കുക, സിസ്റ്റർമാരനെ കൂടുതൽ വയ്ക്കുക, രോഗികളുടെ കാര്യം അവർ നടത്തുക. ഇത് പോകുന്നവരൊക്കെ അങ്ങനെ നിൽക്കുക. ഒരു ഡോക്ടറുണ്ട്, എന്താ ചെയ്യുക? ന്യൂസ് ഡെസ്ക് CCV.